Good afternoon, teacher. Good afternoon. Good afternoon. Good afternoon, teacher. Okay. ജാസ്മിനും തുഷാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? അല്ല ടീച്ചർ. ഒരു ബ്രേക്കിന് പോയോ? ബ്രേക്ക് എടുക്കാൻ പോയി കാണോ? യെസ് ടീച്ചർ. ഓക്കെ, നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും കയറുമോ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. നമുക്ക് 2 മിനിറ്റ് നോക്കാം, ആരെങ്കിലും ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? യെസ് ടീച്ചർ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ചാപ്റ്റർ നമ്മള് 3rd മൊഡ്യൂളിലെ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി. ഏതായിരുന്നു ചാപ്റ്റർ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. നമ്മള് സേഫ്റ്റി എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഹോസ്പിറ്റലിലെ ജനറൽ സേഫ്റ്റി റൂൾസുകൾ പറഞ്ഞു അല്ലെ? ഓർക്കണ്ട അതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? യെസ് ടീച്ചർ. ജനറൽ സേഫ്റ്റി റൂൾസ് തുഷാര, ജാസ്മിൻ വായിച്ചു ടീച്ചർ. വായിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തായിരുന്നേ അല്ലേ? ഇവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്? ഇനി നെക്സ്റ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സേഫ്റ്റി ഇൻ ട്രാഫിക്. നമ്മള് ട്രാഫിക്കില് നമ്മള് ഓരോ ഹോസ്പിറ്റലില് നമ്മള് എന്താ വീൽ ചെയേഴ്സ്, സ്ട്രെച്ചേഴ്സ് അതൊക്കെ കൊണ്ടുപോകുമ്പോഴും ആ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന ട്രാഫിക് സമയത്ത് നമ്മൾ അത് ഓരോന്നും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന എന്തൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ വരാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സേഫ്റ്റിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സേഫ്റ്റി ഇൻ ട്രാഫിക്. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ആണ് വീൽ ബ്രേക്കുകൾ. വീൽ ബ്രേക്സ്. വീൽ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ലോക്കിംഗ് വീൽ ബ്രേക്സ് ടു സെക്യൂർ wheelchair on stretcher in place before loading or unloading a patient, assisting a patient on and off the chair. Okay, നമ്മൾ ഈ സ്ട്രക്ചറില് വീൽ ചെയർ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീൽ ചെയറിൽ നിന്ന് സ്ട്രക്ചറിലേക്കൊക്കെ നമ്മൾ പേഷ്യന്റിനെ ഒക്കെ ഷിഫ്റ്റ് ചെയ്യൂലേ? ഇപ്പൊ വീൽ ചെയറിൽ കൊണ്ടുവന്ന പേഷ്യൻസിനെ നമ്മൾ സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അപ്പൊ അങ്ങനെ ഈ സ്ട്രക്ചറില് നമുക്ക് ഈ വീൽ ചെയർ സുരക്ഷിതമാക്കാൻ വേണ്ടി അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യുന്നതിനായിട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുന്നത് ഈ വീൽ ബ്രേക്സുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കയറ്റുമ്പോഴോ ഇറക്കോ ഒക്കെ ചെയ്യുമ്പോഴോ ആ വീൽ ബ്രേക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വീൽ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യൂല. അപ്പൊ അത് നല്ല ഫിറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വീൽ ബ്രേക്കുകൾ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൽ
വീൽ ചെയർ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ലോക്കിംഗ് വീൽ ബ്രേക്കുകൾ യൂസ് ചെയ്യാം. Okay, before loading or unloading a patient, ഒരു പേഷ്യന്റിനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ആ വീൽ ചെയർ നമ്മൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, വീൽ ചെയർ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വീൽ ബ്രേക്കുകൾ യൂസ് ചെയ്യാം. Then unloading a patient, assisting a patient on and off the chair. Next നോക്കിയേ, സേഫ്റ്റി ബെൽറ്റുകൾ. Safety belts to use the belt or side tails on stretchers to protect the patient from falling while transporting. നമ്മളിപ്പോ ഈ വീൽ ചെയറിലൊക്കെ നമ്മളൊരു പേഷ്യന്റിനെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോഴൊക്കെ നമ്മള് തീരെ വയ്യാത്തവരൊക്കെ ആണെങ്കിലും നമ്മൾ വീൽ ചെയർ ഇങ്ങനെ നീങ്ങുമ്പോ ഉന്തിക്കൊണ്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അപ്പൊ അവര് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് പേഷ്യൻസിനെ ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സേഫ്റ്റി ബെൽറ്റുകൾ യൂസ് ചെയ്യാം. അപ്പൊ ചെയറിൽ നമ്മൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് നമ്മള് സേഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേഷ്യന്റിന് അങ്ങനെ തന്നെ ഇരുന്നോളും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ സ്ട്രക്ചർ വീൽ ചെയറിൽ പേഷ്യൻസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നത്. സേഫ്റ്റി ബെൽറ്റ് to waist a belt or side tail on structures to the protect patient from falling while transporting. അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സിലും പേഷ്യൻസ് ഒക്കെ നമ്മൾ ഉന്തിക്കൊണ്ടൊക്കെ പോകുമ്പോൾ അവര് മറിഞ്ഞ് വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഈസ് ടു വേസ്റ്റ് ബെൽറ്റ് ഓർ സൈഡ് ടെയിൽ എന്ന് പറയാം. സൈഡ് ടെയിൽ, സൈഡ് വാലിലേക്ക് ഇങ്ങനെ ആയിട്ടുണ്ടാവും, ബെൽറ്റ് ഉണ്ടാവും. അപ്പൊ പേഷ്യന്റിനെ നമ്മൾ ഇരുത്തി കഴിയുമ്പോഴത്തേക്കും ആ ബെൽറ്റ് ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസ് വീഴുകയൊന്നും ചെയ്യില്ല. നെക്സ്റ്റ് ആണ് കാർഡ്സ്, സ്റ്റീൽ ചെയർ, സ്ട്രച്ചേഴ്സ്. കാർട്ടുകള്, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ്, വണ്ടികള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ ചെയറുകള്, സ്ട്രക്ചേഴ്സ് ഒക്കെ. പുഷ് കാർ, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് സ്ലോലി വാച്ച് യുവർ വേ ഹെഡ് ഓഫ് യു. ഇതെങ്ങനെയാ? നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി നോക്കിയിട്ട് വാച്ച് യുവർ വേ ഹെഡ് ഓഫ് യു, നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി നോക്കിയിട്ട് ക്ലിയർ ആയതിനു ശേഷം ഈ സ്ട്രക്ചേഴ്സും സ്റ്റീൽ ചെയർസ് ഒക്കെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമെന്നാ പറഞ്ഞത്. നമ്മൾ അതെങ്ങനെയാ പോകുമ്പോഴെങ്ങനെയാ? നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി നോക്കിയിട്ട് വേണം. നമ്മൾ ആളുകളെ പിടിക്കാതെയോ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഒക്കെ വേറെ ഒന്നിലേക്ക് ചെന്ന് മുട്ടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിലുള്ള വഴി ക്ലിയർ ആക്കിയതിനു ശേഷം അത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്ലോലി വാച്ച് യുവർ വേ ഹെഡ് ഓഫ് യു. അപ്പൊ കാർട്ടുകള്, വണ്ടികള്, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ, വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ അത് കൊണ്ടുപോകുമ്പോഴാ നമ്മുടെ നമ്മുടെ ഫ്രണ്ടിലുള്ള വഴികള് ക്ലിയർ ആക്കിയതിനു ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് നിരീക്ഷിച്ച് വഴി നോക്കി വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് റാമ്പ് എന്ന് പറയുന്നത്. Ramp, control stretchers and wheelchairs from lower side while going up or down a ramp. Ramp എന്ന് പറഞ്ഞാൽ എന്താ? റാമ്പ്, RAMP, റാമ്പ്. റാമ്പ് എന്താ? റാമ്പ് കേട്ടിട്ടില്ലേ? റാമ്പ് എന്ന് ചെരിഞ്ഞിരിക്കുന്ന സ്ഥലം. നമുക്കിപ്പോ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാൻ സ്റ്റെപ്സിൽ കൂടി ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. അല്ലെങ്കിൽ വീൽ ചെയർസ് ഒക്കെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റെപ്സിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടിട്ടില്ലേ? സ്ട്രക്ചർ ഹോസ്പിറ്റലില് സ്റ്റെപ്പ് അല്ലാതെ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാൻ ലിഫ്റ്റ് ഉണ്ട് എങ്കിലും റാമ്പുകൾ ഉണ്ട്. ചെരിഞ്ഞ പ്രതലത്തിനാണ് റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ സ്ട്രക്ചേഴ്സ്, വീൽ ചെയർസ് ഒക്കെ റാമ്പികൂടെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കുന്നേ? കൺട്രോൾ ദ സ്ട്രക്ചേഴ്സ് ആൻഡ് വീൽ ചെയർ ഫ്രം ലോവർ സൈഡ്, താഴെയുള്ള സൈഡിൽ നിന്ന്, വൈൽ ഗോയിങ് അപ്പ് ഓർ ഡൗൺ എ റാമ്പ്. റാമ്പികൂടെ മുകളിലേക്ക് കയറ്റുമ്പോഴോ താഴേക്ക് ഇറങ്ങുമ്പോഴോ ആ താഴെയുള്ള സൈഡ്, ലോവർ സൈഡിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ സേഫ് പേഷ്യൻസിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിന്റെ സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ട്രാഫിക്കില് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
control stretchers and wheelchairs from lower side while going up or down a ramp. റാമ്പിന്റെ മുകളിലോട്ടും താഴേക്കൂടെയൊക്കെ സ്ട്രെച്ചേഴ്സും വീൽ ചെയർ ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ താഴെ ഫ്രം ലോവർ സൈഡിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ആണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. സിംഗിങ് ഡോർ കേട്ടിട്ടുണ്ടോ? സിംഗിങ് ഡോർ സിംഗിങ് ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പേഷ്യന്റിലേക്ക് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് ഏരിയ കൂടെ ടേക്ക് വെഹിക്കിൾ ടു ത്രൂ എ സിംഗിങ് ഡോർ നെവർ റാം ത്രൂ. ഇത് പറഞ്ഞേക്കുന്നതാണ് അടുത്ത പോയിന്റില്. വെഹിക്കിൾസ് ഇങ്ങനെ സ്ട്രക്ചേഴ്സും വീൽ ചെയർസും ഒക്കെ കൊണ്ടുപോകുമ്പോ സിംഗിങ് ഡോറിൽ കൂടെ കൊണ്ടുപോകണം എന്നാ പറയുന്നത്. നെവർ റാമിൽ കൂടെ പോകരുത്, സിംഗിങ് ഡോറിൽ കൂടെ പോകണം. അതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഡോറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയുമ്പോ അറിയാൻ പറ്റും. നമ്മൾ പോകുമ്പോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെ നമ്മളത് ആ പേഷ്യന്റിനെ കൊണ്ട് നമ്മളങ്ങ് പോയി കഴിയുമ്പോ തന്നെ ഡോറ് ക്ലോസ് ചെയ്യണത്. അപ്പൊ നമ്മള് അപ്പൊ ഈ സ്ട്രക്ചറിൽ നമ്മൾ പിടിച്ചോണ്ടായിരിക്കും പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്, ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പേഷ്യന്റ് ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ട് മാറ്റാൻ പറ്റുമോ? ആ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ പേഷ്യന്റിനെ ഒറ്റ കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട്? അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ആ പേഷ്യന്റ് അപ്പൊ എന്താ പറയാ വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കൊണ്ടുപോകുമ്പോഴ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴ ഇതിൽ കൂടെയാണ് പറഞ്ഞേക്കുന്നത്. റാമ്പിൽ കൂടെ പോകുമ്പോഴ അല്ലെങ്കിൽ നമ്മള് ഈ സിംഗിൾ ഡോറിൽ കൂടെ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ, ടേക്ക് വെഹിക്കിൾസ് ത്രൂ എ സിംഗിൾ ഡോർ. അപ്പൊ നമ്മള് നേരെ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ പോയി കഴിയുമ്പോ തന്നെ ഡോറ് ക്ലോസ് ചെയ്യും, തന്നെ അടഞ്ഞോളും. നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഡോറാണ് സിംഗിൾ ഡോർ എന്ന് പറയുന്നത്. ദീസ് ആർ ഡോർസ് ദാറ്റ് സിംഗ് ഇൻവേർഡ്സ് ടുവേർഡ്സ് ദ റൂം. മുറിക്കുള്ളിലേക്ക് ചാടുന്ന ടൈപ്പ് ഉള്ള ഡോറുകളാണ്, വാതിലുകളെയാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, സിംഗിങ് ഡോർ എന്നുള്ളടത്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. പ്രിന്റഡ് നോട്ടിൽ തന്നെ എഴുതിയാൽ മതി. These are doors. These are doors. These are doors. These are doors that swing. That swing. SWING. That swing. Inverse. Inverse. INWARDS. Inverse. Towards the room. Inverse. Towards the room. Inverse. Towards the room. These are doors that swing inverse towards the room. Okay. ഇതാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. എഴുതിയോ? നോട്ട് ചെയ്തോ നിങ്ങള്? മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താ ഡോർ എന്ന്? നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് പോകുമ്പോൾ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ പേഷ്യന്റിനെ കൊണ്ട് പോകുമ്പോൾ സിംഗിങ് ഡോറിൽ കൂടെ പോകുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഡോറ് നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ തന്നെ ഡോറ് ക്ലോസ് ചെയ്തോളും. നമ്മൾ കൈ പിടിച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡോർ ആണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. ടേക്ക് വെഹിക്കിൾസ് ത്രൂ എ സിംഗിങ് ഡോർ, നെവർ റാം ത്രൂ. നെക്സ്റ്റ് ആണ് എലിവേറ്റർ. എലിവേറ്റർ. Before entering or leaving a elevator with a wheelchair or structure, make sure that the floor is at level. Elevator എന്ന് പറഞ്ഞാൽ എന്താ? ലിഫ്റ്റ് ആണ് എലിവേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വീൽ ചെയറിലാണെങ്കിൽ സ്ട്രക്ചറിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോയിട്ട് ആ ലിഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ലിഫ്റ്റിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ഉറപ്പുവരുത്തണം. ദ ഫ്ലോർ ഈസ് അറ്റ് ലെവൽ. അത് ആ ഫ്ലോറ് നിരപ്പാണ് എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം ആ പേഷ്യന്റിനെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ലിഫ്റ്റ് വന്ന് താഴെ നിന്ന് ആ ഫ്ലോറുമായിട്ട് കറക്റ്റ് ലെവൽ ആയതിനു ശേഷം മാത്രം ലിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ എലിവേറ്ററിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുക. ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. വീൽ ചെയർ എങ്ങനെ കയറ്റണം എന്നാ പറഞ്ഞേക്കുന്നേ? കണ്ടിട്ടുണ്ടോ ലിഫ്റ്റിലേക്ക് ഇങ്ങനെ സ്ട്രെച്ചറിലെ പേഷ്യൻസിനെ കയറ്റുന്നേ? നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ലിഫ്റ്റിന് പോകുമ്പോഴൊക്കെ പേഷ്യന്റിനെ എങ്ങനെയാ കയറ്റുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 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 അപ്പൊ ആ ഒരു വീൽ ചെയർ നേരെ ഫ്രണ്ടിലേക്ക് ഉന്തി കയറ്റിയല്ല ചെയ്യണേ, എന്റെ തിരിച്ചു വയ്ക്കും.
പേഷ്യന്റിന്റെ ആ ഫേസ് പുറത്തേക്ക് വരുന്ന രീതിയിൽ തിരിച്ചു വെച്ചിട്ട് ബാക്കിൽ നിന്നാണ് പിടിച്ചു കയറ്റുന്നത്. അപ്പൊ വീൽ ചെയർ എലിവേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഓൾവേസ് ബാക്ക് ഫസ്റ്റ്, ബാക്ക് ആണ് ആദ്യം കയറ്റേണ്ടത്. അല്ലാതെ പേഷ്യന്റ് നേരെ ഉന്തി അതിലേക്കല്ല കയറ്റുന്നത്, തിരിച്ചു വെക്കും. എന്നിട്ട് ബാക്കിൽ നിന്ന് അത് വലിച്ചാണ് പേഷ്യന്റിനെ കയറ്റുന്നതിന് പറഞ്ഞേക്കുന്നത്. Okay, before entering or leaving a elevator with a wheelchair or structure, make sure that the floor is at level. First കാര്യം എന്താ ശ്രദ്ധിക്കണ്ടേ, അത് ആ ഫ്ലോർ ലെവലിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയർ എലിവേറ്ററിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞേക്കുന്നത് the wheelchair is always back first. വീൽ ചെയർ കയറ്റുമ്പോഴെങ്ങനെ കയറ്റുന്ന പറഞ്ഞേക്കുന്നത്, ബാക്കിൽ നിന്ന്, ബാക്കാണ് ആദ്യം കയറ്റുന്നത്, ബാക്ക് ഫസ്റ്റ്. നെക്സ്റ്റ് നോക്കാം ട്രാൻസ്പോർട്ടിങ്. ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ഫീറ്റ് ഫസ്റ്റ്, ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡ് അറ്റ് ഫ്രണ്ട്. നോക്കിയേ, നിങ്ങൾ ഈ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേഷ്യന്റിനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാ അവര് കൊണ്ടുപോകുന്നേ? ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ ആരും? ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലേ അവിടെ? തുഷാര, എങ്ങനെയാ അവര് ഉന്തിക്കൊണ്ടു പോകുന്നത് സ്ട്രക്ചറിലേക്ക് ആകുമ്പോ? അവർക്കിടെ ജാസ്മിൻ കേക്കുന്നില്ലേ? കേക്കാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? കേക്കുന്നുണ്ട് മിസ്സേ. എങ്ങനെയാ കൊണ്ടുപോകണ്ടേ? ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ പേഷ്യന്റ് ഫീറ്റ് ഫസ്റ്റ്. നമ്മള് ഉന്തിക്കൊണ്ട് പോകുമ്പോൾ ആ ഹെഡിന്റെ അവിടെ നിന്നിട്ട് വേണം. ഇപ്പൊ പേഷ്യന്റ് കിടത്തേക്കാണ്, സ്ട്രക്ചറിൽ കിടത്തേക്കാണെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ എങ്ങനെയാ വെച്ചാൽ ആ ഹെഡിന്റെ അവിടെ നിന്നിട്ട് വേണം ഉന്തിക്കൊണ്ട് പോകാനായിട്ട്. അപ്പൊ ഫ്രണ്ടില് ഏതാണ് ഫൂട്ട് വരുന്ന രീതിയിൽ വേണം. അപ്പൊ അല്ലാതെ ഹെഡ് ആദ്യം ഫ്രണ്ടില് പോകരുത്. ഓക്കെ, മനസ്സിലാവില്ല നിങ്ങക്ക്? നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ സ്ട്രെച്ചറിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ ഹെഡിന്റെ അവിടെ നിന്നിട്ട് വേണം ആ സ്ട്രെച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട്. സ്ട്രെച്ചറിൽ പോകുമ്പോൾ ആ ഹെഡിന്റെ അവിടെ നിന്ന് വേണം ഉന്തിക്കൊണ്ട് പോകാൻ. അപ്പൊ പേഷ്യന്റിന്റെ ഫൂട്ടായിരിക്കണം ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ അഥവാ എവിടെയെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ ചെയ്താണ് കാലിന്റെ ആ ഭാഗം ആണ് ഇങ്ങനെ പോകേണ്ടത്, ഫ്രണ്ടിലേക്ക് വരുന്നത്. അതാണ് ആ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ഫീറ്റ് ഫസ്റ്റ്, ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡ് അറ്റ് ദ ഫ്രണ്ട്. പിന്നെ അതുപോലെ ഒരു ഗൈഡ് ഫ്രണ്ടില് ഒരാള് ഗൈഡ് ചെയ്യാനും വേണം. പേഷ്യൻസിന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരാള് ഫ്രണ്ടില് അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനും വേണം എന്നാ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, പാർക്കിംഗ്. Park the wheelchair or stretcher out of the way of traffic at one side of the corridors. ഇനി ഇതൊക്കെ എങ്ങനെയാ കൊണ്ടുവന്ന് വെക്കേണ്ടത്? വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ എവിടെ വെക്കണ്ടേ? നമ്മൾ ട്രാഫിക് ഉള്ളിടത്ത് വെക്കാൻ പാടില്ല. അത് എപ്പോഴും കോറിഡോറിന്റെ ഒരു സൈഡില് ഒതുക്കി വേണം വെക്കാനായിട്ട്. ഓക്കെ, പാർക്ക് ദ വീൽ ചെയർ ഓർ സ്ട്രക്ചർ ഔട്ട് ഓഫ് ദ വേ ഓഫ് ട്രാഫിക്കിന്റെ പുറത്ത് മാറ്റി അത് വൺ സൈഡ് ഓഫ് ദ കോറിഡോറിന്റെ ഒരു സൈഡില് ഒതുക്കി വേണം വെക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ഇൻ ട്രാഫിക്കില് വരുന്നത്. ഓക്കെ, ഒന്ന് വേഗം നോക്കി നിങ്ങള്. ഓക്കെ, നിങ്ങള് വീൽ ബ്രേക്കുകളാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രക്ചറിൽ വീൽ ചെയർ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വീൽ ബ്രേക്കുകൾ ഇടണം. ബ്രേക്കുകൾ ഇട്ട് മാത്രമേ പേഷ്യന്റിനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും അവിടെ വീൽ ബ്രേക്കുകൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞേക്കണം. അപ്പൊ സ്ട്രെച്ചർ അനങ്ങൂല, അല്ലെങ്കിൽ വീൽ ചെയർ അനങ്ങാതെ നിൽക്കും. ഓക്കെ, അതിനുവേണ്ടി വീൽ ബ്രേക്കുകൾ യൂസ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെയാണ് സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുന്നത്. സേഫ്റ്റി ബെൽറ്റ് നമ്മൾ സ്ട്രെച്ചറിൽ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ സേഫ്റ്റി ബെൽറ്റുകൾ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യണം. പിന്നെ അടുത്തതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കാർസ്, സ്റ്റീൽ വീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ്. ഇതൊക്കെ സ്റ്റോവിൽ പതുക്കെ കൊണ്ടുപോകണം. ഒറ്റയടിക്ക് ഓടിച്ചങ്ങനെ പോകരുത്. നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി നോക്കി വേണം
അത് പതുക്കെ സ്ലോലി ആയിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ആണ് റാമ്പ് എന്ന് പറഞ്ഞ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് വീൽ ചെയർ ഫ്രം ലോവർ സൈഡ്. ആ റാമ്പിക്കയുടെ സ്ട്രക്ചറും വീൽ ചെയറും ഒക്കെ പോകുമ്പോൾ അത് ഇതിയുടെ ലോവർ താഴെയുള്ള സൈഡ് സ്ട്രക്ചറിന്റെ വീൽ ചെയറിന്റെ ലോവർ സൈഡിൽ വേണം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. താഴേന്ന് വേണം ഉന്തി ഇങ്ങനെ കൊണ്ടുപോകാൻ, അല്ലാതെ മോളിൽ നിന്ന് വലിച്ചു കയറ്റരുതെന്നാ പറയുന്നത്. താഴേന്ന് ഉന്തി പോകണം. നെക്സ്റ്റ് ആണ് സിംഗിങ് ഡോർ എന്ന് പറഞ്ഞത്. അത് വെഹിക്കിൾസ് എപ്പോഴും പേഷ്യന്റിനെ കൂടെ പോകുമ്പോൾ വെഹിക്കിൾസ് സിംഗിങ് ഡോറിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഡോർ എന്ന് പറഞ്ഞാൽ തന്നെ അടയുന്ന ടൈപ്പ് ഓഫ് ഡോറാണ്. ഇപ്പൊ പേഷ്യന്റിനെ കൊണ്ടുപോയി കഴിയുമ്പോ അങ്ങനെ അവർ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ ഡോറ് ക്ലോസ് ആവുന്ന തരത്തിലുള്ള ഡോറാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് എലിവേറ്റർ. എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ്. അപ്പോ നമ്മള് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറിൽ നിന്ന് അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്ന് നമ്മൾ ആ എലിവേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ഫ്ലോർ ഈസ് അറ്റ് ലെവൽ, ഫ്ലോർ ലെവലില് ആണ് എന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ അതുപോലെ വീൽ ചെയർ നമ്മൾ ആ എലിവേറ്ററിലേക്ക് കയറ്റുമ്പോൾ എങ്ങനെ ബാക്കിൽ നിന്ന് വേണം കയറ്റാനായിട്ട്. ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് ട്രാൻസ്പോർട്ടിങ്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റ് കൊണ്ടുപോകുമ്പോൾ അത് അവർക്കുടെ ആ ഫീറ്റ് ആയിരിക്കണം ഫ്രണ്ടിൽ വരേണ്ടത്. ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ഫീറ്റ് ഫസ്റ്റ്. ആദ്യം പേഷ്യന്റിന്റെ ഫീറ്റ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം സ്ട്രക്ചറിലൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗൈഡായിട്ട് ഒരു ഫ്രണ്ടില് ഒരു ഗൈഡും വേണം. ഫ്രണ്ടിൽ ഒരാൾ വേണം. അപ്പൊ ആളുകളൊക്കെ അവിടെ നിൽക്കുവാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ പോകുന്ന പേഷ്യൻസിന് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡ് വേണം. ഫ്രണ്ടിൽ ഒരു ഗൈഡ് വേണം. പിന്നെ നെക്സ്റ്റ് ആണ് പാർക്കിംഗ് പറഞ്ഞത്. പാർക്ക് ദ വീൽ ചെയർ ഓർ സ്ട്രക്ചർ ഔട്ട് ഓഫ് ദ വേ. ആ വഴിയുടെ പുറത്ത് വേണം പാർക്ക് ചെയ്യാനായിട്ട്, ട്രാഫിക്കിന്റെ പുറത്ത്. അതായത് ഒത്തിരി ആളുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് അത് ഒരിക്കലും ഇത് പാർക്ക് ചെയ്യരുത്. അറ്റ് വൺ സൈഡ് ഓഫ് ദ കോറിഡോർസ്. കോറിഡോർസിന്റെ ഒരു സൈഡിലും ഒതുക്കി വേണം പാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിങ്ങനെ കുറച്ച് കിട്ടാത്തിയുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചർ, ക്ലിയർ ആണ്. ഇത് നെക്സ്റ്റ് നോക്കാം. സേഫ്റ്റി അഗൈൻസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ്. ഈ വീഴാതെ ഫോൾ ചെയ്യാതെ ഉള്ള എന്തൊക്കെ സേഫ്റ്റികളാണ് നമ്മൾ എടുക്കേണ്ടത്? ഹോസ്പിറ്റലിൽ എന്തൊക്കെ സേഫ്റ്റി ആണോ ഉള്ളത് നോക്കാം. ഫസ്റ്റ് നോക്കി അതിൽ ഏത് പറഞ്ഞത് സേഫ്റ്റി അഗൈൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. ട്രിപ്പായി പോകാതെ, തെന്നി പോകാതെ, വീഴാതെ, ഫോൾ ചെയ്യാതെ എന്തൊക്കെ സേഫ്റ്റീസ് ആണ് എടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, gather up the little thing. Gather up the ഓക്കെ നോക്കി. സേഫ്റ്റി അഗൈൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ് ആണ് കേട്ടോ. വീഴാതെയും തെന്നി വീഴാതെയും ട്രിപ്പ് ആവാതെയൊക്കെ എന്തൊക്കെ സേഫ്റ്റീസ് ആണ് എടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, gather up the little things on floor like banana peel, flower petals, pencil, broken glasses, etc. ഇതൊക്കെ തറയിൽ കിടക്കാൻ പാടില്ല, അങ്ങനെ അനുവദിക്കരുത്. ബനാന പീൽസ്, പഴത്തിന്റെ തൊലിയില് അതൊക്കെ വെറുതെ അലക്ഷ്യമായിട്ട് ഫ്ലോറിലൊന്നും വലിച്ചിടരുത്. പിന്നെ ഫ്ലവർ പെറ്റൽസ്, പിന്നെ അതുപോലെ പെൻസില്, ബ്രോക്കൺ ഗ്ലാസസ്, പൊട്ടിയ ഗ്ലാസുകളൊക്കെ തറയിൽ കിടന്നു കഴിഞ്ഞാല് നമ്മൾ അതൊരു ട്രിപ്പായി വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പഴമൊക്കെ തോലിയൊക്കെ അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് ഈ ചവിട്ടി കഴിഞ്ഞ് നമ്മൾ തിന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ ക്ലീൻ ലിക്വിഡ് സ്പിൽ ഇൻസ്റ്റന്റ്ലി ബ്ലോക്ക് ഓഫ് ആൻ ഏരിയ അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻ. ഇനി അവിടെ എന്തെങ്കിലും സ്പില്ലായി കഴിഞ്ഞാൽ ലിക്വിഡ്സ് എന്തെങ്കിലും തറയിൽ വീഴുകയാണെങ്കിൽ നമ്മൾ ആ ഏരിയ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യണം. അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻഡ്. അത് ക്ലീൻ ആക്കുന്നത് വരെ പിന്നെ ആ ഏരിയയിലേക്ക് ആരെയും പ്രവേശിക്കരുത്. ആ ഏരിയ വേഗം തന്നെ എന്ത് ചെയ്യണം? ക്ലീൻ ആക്കുക. ഓക്കെ, ക്ലീൻ ലിക്വിഡ് സ്പിൽ. Clean liquid spill instantly, block off an area until it is clean. അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കുന്നത് വരെ ആ ഏരിയ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. പെട്ടെന്ന് തന്നെ ആ ഏരിയ ക്ലീൻ ആക്കണം.
നെക്സ്റ്റ് നോക്കിയേ, കീപ് ഡ്രോയേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ഡോർസ് ക്ലോസ്ഡ്. ക്യാബിനറ്റുകളും ഡ്രോയേഴ്സ് ഒക്കെ എപ്പോഴും ക്ലോസ് ആയി വെക്കണം. എസ്പെഷ്യലി ഡോർ ഓഫ് ദ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ക്യാബിനറ്റ്സുകളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ തുറന്നിട്ട് നമ്മൾ അറിയാതെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തല ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റ് ഡോറുകളൊക്കെ എപ്പോഴും ക്ലോസ് ചെയ്തിടണം. നമ്മൾ അത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് തട്ടാനും നമ്മുടെ തലയെ മുകളിലുള്ള പ്രത്യേകിച്ച് പറഞ്ഞേക്കുവാണ്, എസ്പെഷ്യലി ഇങ്ങനെ പറഞ്ഞത് ഓവർ ഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്സ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ക്യാബിനറ്റ്സ് ഒക്കെ നമ്മളത് തുറന്ന് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് തലയൊക്കെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, beware of electric cords. Beware of electric cords. You may be easily place them out of the way. പിന്നെ ഇലക്ട്രിക് കോഡുകളില്ലേ, വയറുകളൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയാ നമുക്ക് തട്ടാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് നമ്മൾ അതിൽ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട് അല്ലെ. പ്ലേസ് ദം ഔട്ട് ഓഫ് ദ വേ. അത് നമ്മൾ ആ വഴിയുടെ പുറത്ത് വെക്കണം. അപ്പൊ വയറുകളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിക്കൊണ്ട് വലിച്ചിടരുത്. ആ വയറുകളൊക്കെ തട്ടി നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് മാറ്റി അത് ഒതുക്കി വെക്കണം. നെക്സ്റ്റ് പറയുന്നതാണ്, ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ് ടു കളക്ട് ദ ബ്രോക്കൺ ഗ്ലാസസ്. കണ്ടോ, പൊട്ടിപ്പോയ ഗ്ലാസുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് നമ്മള് കൈകൊണ്ട് നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. കൈകൊണ്ട് പറക്കിയെടുത്ത ആ ഗ്ലാസിന്റെ പീസ് കൊണ്ട് നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേക്കുന്ന ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ് ടു കളക്ട് ബ്രോക്കൺ ഗ്ലാസസ്. പൊട്ടിപ്പോയ ഗ്ലാസുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് എന്താണ് ഫിംഗേഴ്സ് നമ്മൾ യൂസ് ചെയ്യരുത്. എന്ത് യൂസ് ചെയ്യണം? യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്. ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാൻ ഉപയോഗിച്ചിട്ടോ ഒക്കെ വേണം അത് മാറ്റാനായിട്ട്. നെക്സ്റ്റ് നോക്കിയേ, ടേക്ക് വൺ സ്റ്റെയർ അറ്റ് എ ടൈം. നെക്സ്റ്റ് ഒരു കാര്യമാണ്, ഒരു സ്റ്റെയർ മാത്രമേ ഒരു സമയത്ത് കയറാൻ പറ്റുള്ളൂ. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് while we are walking up or down a stair. സ്റ്റെയറിൽ കൂടെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴും താഴേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ആ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലുകളില്ലേ, ഹാൻഡ് റെയിലുകൾ യൂസ് ചെയ്യണം. അതുപോലെ ഒരു സ്റ്റെപ്പ് മാത്രമേ കയറാൻ പാടുള്ളൂ. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെയാണ് നമ്മൾ 2 സ്റ്റെപ്പ് ഒക്കെ വീതം കയറും. ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ 2 സ്റ്റെപ്പ് വീതം കയറിയിട്ടാണ് മുകളിൽ തുണിയിടാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് വീതം നമ്മൾ കയറി പോകാം. Always use handrails while walking up or down the stair. കയറുമ്പോ നിങ്ങൾ ഹാൻഡ് റെയിലുകൾ യൂസ് ചെയ്യാറുണ്ടോ? അത് ഹാൻഡ് റെയിൽ ഒന്നും പിടിക്കാതെ നേരെ കയറി പോവാണ് ചെയ്യണേ. സ്റ്റെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോ, സ്റ്റെയറിൽ കയറുമ്പോഴൊക്കെ അപ് സ്റ്റെയറിലേക്കൊക്കെ കയറുമ്പോ ഹാൻഡ് റെയിൽ യൂസ് ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഹാൻഡ് റെയിൽ തന്നെ പിടിച്ച് സൂക്ഷിച്ച് കയറി പോകാം. നെക്സ്റ്റ് നോക്കിയേ, പിന്നെ അതുപോലെ നോക്കി, ടേക്ക് വൺ സ്റ്റെയർ അറ്റ് എ ടൈം. ഒരു സമയം ഒരു സ്റ്റെയർ മാത്രം കയറുക. അല്ലെങ്കിൽ 2-3 സ്റ്റെയർ ഒക്കെ ചാടി കയറി കഴിഞ്ഞാൽ നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. ഓക്കെ, പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. ഒബ്ജക്ട് വിച്ച് ആർ കെപ്റ്റ് കെയർലെസ്ലി മേ ഡ്രോപ്പ് ആൻഡ് ഹർട്ട് പീപ്പിൾ. നമ്മൾ പ്രത്യേകിച്ച് നമ്മള് ഒബ്ജക്ട്സ് സാധനങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വെക്കുക. പ്രത്യേകിച്ച് ബ്രോക്കൺ ആവുന്ന സാധനങ്ങൾ are kept carelessly. Overhead object which are kept. പിന്നെ അതുപോലെ തന്നെ ബ്രോക്കൺ ആവുന്ന സാധനങ്ങൾ, തലയ്ക്ക് നമ്മുടെ തലയിലേക്ക് മുകളിലിരിക്കുന്ന സാധനങ്ങള്, നമ്മുടെ ടോപ്പ് ഷെൽഫിൽ വെച്ചേക്കുന്ന സാധനങ്ങള്, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ വെക്കുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പൊട്ടി ആളുകൾക്ക് അപകടമൊക്കെ വരാനുള്ള, ഹേർട്ട് പീപ്പിൾ, ആളുകൾക്ക് മുറിവ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ വളരെ സൂക്ഷിച്ച്, ഓവർഹെഡ് ഒബ്ജക്റ്റുകളൊക്കെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. നമ്മളത് കെയർലെസ്ലി ആണെങ്കിലോ കെയർ അതിന് ശ്രദ്ധിക്കാതെ നമ്മളത് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് താഴെ വീണ്, മുകളിൽ താഴെ വീണ് ആളുകൾക്ക് ഹേർട്ട് മുറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത്രയാണ് സേഫ്റ്റി എഗൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസിന് വരുന്നത്. ഓക്കെ ഓക്കെ, തുഷാര ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചേ. തുഷാര ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചേ. Gather up the little things on floor like banana peelings, flower petals, pencils, broken glass, etc. Okay. Clean. ചെറിയ banana peelings, flower petals, pencils, broken glasses, little things gather up ചെയ്യുക. ഫ്ലോറിൽ ഇടരുത്.
Clean liquid spill instantly block off the area until it is cleaned. ലിക്വിഡ് സ്പിൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് ആ ഏരിയ അപ്പോഴേ ബ്ലോക്ക് ഓഫ് ചെയ്യുക, ക്ലീൻ ആവുന്നത് വരെ. ക്ലീൻ അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻഡ്. ക്ലീൻ ആക്കുന്നത് വരെ ആ ഏരിയ ബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ഓഫ് ദ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് തേർഡ്. Keep drawers and cabinet doors closed, especially doors of wall overhead mounted cabinets. മുകളിൽ ഓവർഹെഡ് ആയിട്ട് മൗണ്ട് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ്സും ഡോറും എല്ലാം എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക, മുട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് തല ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട്. നെക്സ്റ്റ് ആരാണ്? ജാസ്മിൻ. അടുത്ത 2 പോയിന്റ് ഒന്ന് വായിച്ചേ. Beware of electric cords. You may usually trip. Place them out of the way. Electrically എന്തെങ്കിലും ലൂസ് ആയാൽ അത് അതിനെ സൂക്ഷിക്കാതെ ബിവെയർ ആവുക. ഔട്ട് ഓഫ് ദ വേ, വഴിയുടെ പുറത്ത്, നമ്മൾ നടക്കുന്ന വഴിയുടെ പുറത്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ വയറിലൊക്കെ ഇലക്ട്രിക് കോഡ്സ് വയറുകളിലൊക്കെ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്. Do not use fingers to collect broken glass. Use a brush or pan instead. പൊട്ടിയ ഗ്ലാസ്സുകളൊന്നും ഫിംഗേഴ്സ് ഒന്നും ടച്ച് ചെയ്യാതെ ബ്രഷോ പാനോ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഷാരോൺ. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് വായിച്ചേ. Take one stair at a time. Always use handle wheel walking up while waking up or down the stairs. മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ചവിട്ടി വേണം കയറാൻ, പോകാനായിട്ട്. വൺ സ്റ്റെയർ അറ്റ് എ ടൈം. നെക്സ്റ്റ് അതിന്റെ ഒപ്പം തന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പ്ലേസ് ഒബ്ജക്റ്റ് കെയർഫുള്ളി മുകളിലേക്ക് കയറുമ്പോഴും താഴേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. സ്റ്റെപ്പിൽ കൂടെ മുകളിലേക്ക് കയറുമ്പോഴും താഴേക്ക് ഇറങ്ങുമ്പോഴും ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് പ്ലേസ് ഒബ്ജക്റ്റീവ് കെയർഫുൾ ഓവർഹെഡ്. Objective wheel are kept clearly may drop and hair pupil. നമ്മുടെ തലയുടെ മുകളിലേക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒബ്ജക്റ്റ് ഒക്കെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് താഴെ വീഴാനും ഡ്രോപ്പ് ആവാനും അത് ആളുകൾക്ക് ഹേർട്ട് ചെയ്യാനും മുറിവ് പറ്റാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ പോയിന്റ്സുകള്? ഇനി നെക്സ്റ്റ് സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് ആണ് കേട്ടോ. രണ്ടൊന്ന് വേഗം നോക്കിയേ. നെക്സ്റ്റ് നമുക്ക് സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ്. ഈ ഇലക്ട്രിക് സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, പ്രിവെന്റ് വെറ്റ്നസ്
ഓക്കെ, ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നാണ് കേട്ടോ. ഒരു ടെക്നിക്കലി ഒരു ഇഷ്യൂ വന്നാണ്. സോറി. ഓക്കെ, നമ്മളിപ്പോ എവിടെ വരെ പറഞ്ഞുകൊണ്ടിരുന്നേ? സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് അല്ലേ? യെസ് ടീച്ചർ. ഓക്കെ, നോക്കാം. അപ്പൊ നമ്മൾ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, പ്രിവെന്റ് വെറ്റ്നെസ് നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്. പ്രിവെന്റ് വെറ്റ്നെസ്, ആ ഈർപ്പം ഈ നമ്മൾ ഇലക്ട്രിക് സ്വിച്ചിന്റെ വയറിംഗ് അപ്ലയൻസ് ഇതിനോടൊക്കെ ഉള്ള വെറ്റ്നെസ്, ഈർപ്പം തടയുക. നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് ഒന്നും സ്വിച്ച് ഒന്നും ഇടാൻ പോകരുത്. അപ്പൊ സ്വിച്ചിന്റെ അടുത്ത്, വയറിംഗ് അപ്ലയൻസിന്റെ സാധനങ്ങളുടെ ഒക്കെ അടുത്ത് വെറ്റ്നെസ്, ഈർപ്പം തടയുക. നെക്സ്റ്റ് നോക്കിയേ, പ്രൊട്ടക്ട് കോർഡ്സ്, ഹീറ്റ്, ഓയിൽ. അവിടെ ഒന്നും കറക്റ്റ് ചെയ്തോളെ, ഓയിൽ എന്നാണ്, OIL, ഓയിൽ. ഹീറ്റ്, ഓയിൽ ആൻഡ് അബ്യൂസ് വിൽ ഡാമേജ് ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ. ഇനി അടുത്തേക്ക് പ്രൊട്ടക്ട് കോഡ്സ്, കോഡുകൾ, ഇലക്ട്രിക് കോഡ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം നമ്മൾ. ഹീറ്റ് അധികം ചൂടാവാതെ, പിന്നെ അത് ഓയിൽ ഇത് ആവാതെ, പിന്നെ അബ്യൂസ് അതിന്റെയൊക്കെ ദുരുപയോഗമൊക്കെ ചെയ്യാതെ, അങ്ങനെ അതൊക്കെ വിൽ ഡാമേജ് ദ ഇലക്ട്രിക് ഇൻസുലേഷൻ. ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് ആക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചൂട് അധികം അടിക്കുന്ന സ്ഥലത്തൊക്കെ ഈ വയറുകളൊന്നും വെക്കരുത്. അപ്പൊ അതങ്ങനെ ആ ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് കോഡുകൾ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് കോഡ്സ്, ഹീറ്റ്, ഓയിൽ ആൻഡ് അബ്യൂസ് വിൽ ഡാമേജ് ഇലക്ട്രിക് ഇൻസുലേഷൻ. ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് ഉണ്ടാക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇൻസ്പെക്ട് കോഡ്സ്, പ്ലഗ്, സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് regularly to make sure that they are not damaged. Okay, inspect കോഡുകൾ പരിശോധിക്കുക, പ്ലഗുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുക, സ്വിച്ചസ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള സ്വിച്ചുകൾ നോക്കുക. ആൻഡ് അതർ ഔട്ട്ലെറ്റ്സ് റെഗുലർ ആയിട്ട് ഈ ഇങ്ങനെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ, കോഡുകള്, പ്ലഗുകള്, സ്വിച്ചസ് ഒക്കെ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക. ടു മേക്ക് ഷുവർ ദാറ്റ് they are not damaged. അതിന് വേറെ ഡാമേജ് ഒന്നുമില്ല, എല്ലാം പ്രോപ്പർ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഡാമേജ് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഗുലർലി പതിവായിട്ട് തന്നെ അത് ഇൻസ്പെക്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, report electric fault instantly. A small shock, overheating, sparking or noise is an urgent warning. ഉണ്ടോ? ഇലക്ട്രിക് ഫോൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട്സ് ഇൻസ്റ്റന്റ്ലി. ഇനി സ്മോൾ ഷോക്ക്, ചെറിയ ഷോക്ക് ഉണ്ടെങ്കിൽ, ഓവർ ഹീറ്റിംഗ്, ചില സ്വിച്ചുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഓവർ ഹീറ്റ് ആവും, ചൂടാവും. അതുപോലെ എന്തെങ്കിലും ഇത് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും മെഷീൻസ് ഒക്കെ ആണെങ്കിലും അധികമായിട്ട് ചൂടാവുകയാണെങ്കിൽ, ഓർ സ്പാർക്ലിംഗ്, അതിൽ നിന്ന് എന്തെങ്കിലും തീ സ്പാർക്ക് വരികയാണെങ്കിൽ, ഓർ നോയിസ്, എന്തെങ്കിലും ഇങ്ങനെ പൊട്ടുന്ന പോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും എന്താണ്, ഒരു വാർണിംഗ് ആണ്, നമുക്ക് തരുന്ന ഒരു അത് ഫോൾട്ട് ആണ് എന്നുള്ളത് അത് നമ്മൾക്ക് ഒരു അർജന്റ് വാർണിംഗ് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഇലക്ട്രിക് ഫോൾട്ടുകള് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് instantly. A small shock, overheating, sparkling or noise is an urgent warning. സ്പാർക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും മെഷീൻസിലൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ സ്പാർക്ക് വരൂലേ, തീ പോലെ അതിൽ നിന്ന് ഇങ്ങനെ വരൂലേ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. Next, do not use an electric outlets when the plug do not fit accurately. Get an outlet changed. Okay, do not use an electric outlets. Electric outlets ഉപയോഗിക്കരുത്. എങ്ങനത്തെയാ? When the plug does not fit accurately. നമ്മളിപ്പോ ഒരു പ്ലഗ് ഇങ്ങനെ കുത്തുമ്പോൾ ആ പ്ലഗ് അതിന് കറക്റ്റ് സ്യൂട്ട് അല്ല, ലൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം ടൈറ്റ് അല്ല, പകുതിയൊക്കെ കയറുള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അതിന്റെ ഔട്ട്ലെറ്റ്സ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത്. When the plug does not fit accurately, get the outlets
ചേഞ്ച്ഡ്. എന്താണ് ആ ഔട്ട്ലെറ്റുകൾ പെട്ടെന്ന് തന്നെ മാറ്റണം. ഫിറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളൊരു പിൻ പോയിന്റിലേക്ക് നമ്മൾ പ്ലഗ് ആണെങ്കിൽ കുത്തുമ്പോൾ കറക്റ്റ് അത് ഫിറ്റ് ആവണം. അത് ലൂസ് ആണെങ്കിലൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഷോക്ക് വരാനും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. Connecting and disconnecting equipment, turn the on off switches off position. പിന്നെ അതൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. When connecting and disconnecting equipment, എന്തെങ്കിലും കണക്ട് ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോഴൊക്കെ turn the on off switches to off position. ഓഫ് പൊസിഷനിലാക്കിയതിന് മാത്രം നമുക്കത് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാനോ ചെയ്യാൻ പാടുള്ളൂ. മിക്കവാറും ചെയ്യുന്ന ചാർജർ, ഫോണിൽ കുത്തിയിടുന്ന ചാർജർ ആ പ്ലഗ് ഓൺ ആക്കി വിട്ടുകൊണ്ട് തന്നെ ഫോണിലേക്ക് കുത്തും. അതുപോലെ തന്നെ അങ്ങനെ പല മിക്സി ഇതൊക്കെ ആണെങ്കിൽ പ്ലഗ് ചിലപ്പോൾ ഓൺ ആയിരിക്കും, പക്ഷെ അങ്ങനെ ഓൺ ആയിട്ട് ആ പ്ലഗ് ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഒന്നില്ലെങ്കിൽ അതിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഓഫ് പൊസിഷനിലാകണം. ഓഫ് പൊസിഷനിലാണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഓൺ ഓഫ് സ്വിച്ചസ് ടു ഓഫ് പൊസിഷൻ. ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയിട്ട് മാത്രമേ എന്തെങ്കിലും ഇലക്ട്രിക് സാധനങ്ങൾ കണക്ട് ചെയ്യാനോ അതിൽ നിന്ന് ആ പ്ലഗിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാനോ പാടുള്ളൂ. Next point, make sure that the equipment is properly grounded. The 3 wires grounded plug are a good protection. Next sentence അടുത്ത ലൈനിലേക്ക് നമുക്ക് പറയാം കേട്ടോ. Okay, make sure that the equipment is properly grounded. നമ്മൾ തറനിരപ്പില് ഉറപ്പാണ് ആ എക്യുപ്മെന്റ്സ് ഗ്രൗണ്ടില് ഫിറ്റ് ആണ്, ഗ്രൗണ്ടില് തറനിരപ്പിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. 3 wire grounded plug are good protection. എപ്പോഴും ഏതാണ് 3 wire പ്ലഗുകളാണ്. 2 പിന്നിനേക്കാളും എപ്പോഴും 3 പ്ലഗ് പിന്നാണ് കൂടുതൽ സേഫ്റ്റി. 3 wires grounded plugs are good for protection. Keep wires, lamp free from contact with the curtain, furniture, packing materials. Okay, അതുപോലെ ലാമ്പ്, വിളക്കൊക്കെ വയറുകള് ലാമ്പിന് വിളക്കിന്റെ അടുത്ത്, പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഫ്രം കോണ്ടാക്ട് വിത്ത് കർട്ടന്റെ അതിനോട് ചേർന്ന് ഫർണിച്ചർ, പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് ഇതിനോടൊക്കെ സമ്പർക്കം പുലർത്താതെ വയർ ലാമ്പുകളൊക്കെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ അതിലേക്ക് തീയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കർട്ടനിലേക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ വയർ ലാമ്പുകളൊക്കെ ഇതുമായിട്ട് കർട്ടനോ ഫർണിച്ചറോ പാക്കിംഗ് മെറ്റീരിയൽ ഇതൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ ഫ്രീ ആക്കി വെക്കണം. പിന്നെ എപ്പോഴും 3 wire grounded plugs ആണ് കൂടുതൽ സേഫ്റ്റി. 3 പിന്നാണ് കൂടുതൽ സേഫ്റ്റി പ്ലഗിനേക്കായും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡു നോട്ട് യൂസ് എനി പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് till the engineering department check it for safety. Okay, do not use any portable electrical equipment. Portable എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ പോർട്ടബിൾ എക്യുപ്മെന്റ്സ് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് കേട്ടോ. അങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യരുത്. എപ്പോഴാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ഇറ്റ് ഫോർ സേഫ്റ്റി. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി ചെക്ക് ചെയ്യുന്നത് വരെ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യരുത്. അത് ചെക്ക് ചെയ്ത് അത് സേഫ്റ്റി ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെയുള്ള പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സുകളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന പോയിന്റ്സുകൾ തന്നെയാണ് വരുന്നത്. ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടോന്നൊന്ന് നോക്കിയേ. ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ല, വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. സെക്യൂരിറ്റി. Okay, Miss.
ഓക്കെ, അപ്പൊ ഈ സേഫ്റ്റിയാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്തൊക്കെ സേഫ്റ്റിയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി റൂൾസ്, ജനറൽ ആയിട്ട് എന്തൊക്കെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ പേഷ്യന്റ് കെയർ, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിലുള്ള സേഫ്റ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ സേഫ്റ്റി ഇൻ ട്രാഫിക്, ഈ നമ്മൾ സ്ട്രക്ചേഴ്സ് വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ സേഫ്റ്റിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ സേഫ്റ്റി എഗൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്, നമ്മൾ വീഴാതെയൊക്കെ എന്തൊക്കെ ഫോണ് ട്രിപ്പ് ആവാതെ തെന്നി വീഴാതെയൊക്കെ എന്തൊക്കെ സേഫ്റ്റികളാണ് നമ്മൾ സുരക്ഷയാണ് എടുക്കേണ്ടത് പറഞ്ഞു. പിന്നെ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, ഇലക്ട്രിക് എക്യുപ്മെന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ സുരക്ഷിതത്വമാണ്, എന്തൊക്കെ സുരക്ഷയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് സെക്യൂരിറ്റി ആണ്. ഇത് സുരക്ഷിതത്വം തന്നെ, സെക്യൂരിറ്റി. അതിന്റെ ഫസ്റ്റ് വരുന്നത് ഹൗ ദ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് ലോസ്. ഒരു ഹോസ്പിറ്റല് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയാണ് ലോസ്, നഷ്ടം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞേക്കുന്നത്. ഹൗ ദ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് ലോസ്, ഒരു ഹോസ്പിറ്റലിന് ഏതെല്ലാം രീതിയിലൂടെ നഷ്ടം വരാം. ഫസ്റ്റ് നോക്കിയേ, എംബസ്മെന്റ് പിൽഫറേജ്. എംബസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. എംബസൽമെന്റ് ആൻഡ് എംബസൽമെന്റ് പിൽഫറേജ്, തട്ടിപ്പ് മോഷണം അല്ലെ. ഹോസ്പിറ്റലില് ചെറിയ കളവുകള്, മോഷണം, അതൊക്കെ ഹോസ്പിറ്റലിന് നഷ്ടം വരുന്ന കാര്യങ്ങളാണ്. എംബസ്മെന്റ് എന്ന് വെച്ച് എഴുതാ തട്ടിപ്പ്, എംഫസൽമെന്റ് തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. അപ്പൊ എന്തെങ്കിലും തട്ടിപ്പുകള്, മോഷണം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയാലൊക്കെ എന്താണ് ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. നെക്സ്റ്റ് ആണ് കിക്ക് ബാക്സ് ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്ക്, കൈക്കൂലി, കൈക്കൂലി ആൻഡ് കൊളൂഷൻ, ഒത്തുകളി, എക്യുപ്മെന്റ് തെഫ്റ്റ്. ഓക്കെ, കൈക്കൂലി, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒത്തുകളിച്ച് എന്തെങ്കിലും ഇതായിട്ട് എന്താ പറയാ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് വെച്ചാൽ മോഷണം, കൈക്കൂലി, ഇതുവഴി മോഷണങ്ങളൊക്കെ വഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. നെക്സ്റ്റ് ആണ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഓക്കെ, പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും മോഷണങ്ങളൊക്കെ വരികയാണെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. പിന്നെയാണ് നെക്സ്റ്റ് വരുന്ന പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പർച്ചേസിംഗ് ദ ടൈം ക്ലോക്ക്. ഓക്കെ, പേറോൾ ഫ്രോഡ്, ശമ്പള തട്ടിപ്പ്, ശമ്പളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ. നമ്മൾ എന്താ 25 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് നമ്മൾ കയറി, അതിനകത്ത് ജസ്റ്റ് അവിടെ എന്തെങ്കിലും എന്താ ശമ്പളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോ 20 ദിവസം അങ്ങനെ എന്തെങ്കിലും അവിടെ കണക്കിൽ ഒരു വ്യത്യാസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശമ്പള തട്ടിപ്പ്, അതാണ് പേറോൾ എന്ന് പറയുന്നത്. ശമ്പള തട്ടിപ്പും ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. ആ ടൈം ക്ലോക്കിൽ പഞ്ച് ചെയ്യുന്നതിൽ വേണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കാം. നമ്മളിപ്പോ ഷിഫ്റ്റ് 8 മണിക്ക് എല്ലാവരും പഞ്ച് ചെയ്യണം, അതിൽ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിപ്പോ 9 മണിക്ക് കയറിയ ആള് 8 മണിക്ക് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആ ഒരു ഇതിനകത്ത് അങ്ങനെ ചെയ്യാം. അപ്പൊ പഞ്ചിങ് ടൈം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകള്. ഓക്കെ, ശമ്പള തട്ടിപ്പും പഞ്ചിങ് ടൈം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളും. നെക്സ്റ്റ് ആണ് ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് മോഷണം, പൈസ മോഷണം. ദാറ്റ് ഇൻവോൾവ് ദ മെയിൻ ക്യാഷിയർ. അവിടെ ഹോസ്പിറ്റലിലുള്ള മെയിൻ ക്യാഷിയർ, അദ്ദേഹം സബ്സിഡറി ക്യാഷിയർ, അതിന്റെ താഴെ വരുന്ന സബ്സിഡറി ക്യാഷിയർ, കഫറ്റീരിയ ക്യാഷിയർ. കഫറ്റീരിയ എന്ന് വെച്ചാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു ഏരിയയിലുള്ള ക്യാഷിയർ, സബ്സിഡറി ക്യാഷിയറിന്റെ ബാക്കിൽ വരുന്നത്, അതിന്റെ കീഴിൽ വരുന്ന കഫറ്റീരിയ ക്യാഷിയർ. ഇങ്ങനെ അവരെയൊക്കെ തട്ടിപ്പുകൾ നടത്താം. അങ്ങനെ ക്യാഷ് തെഫ്റ്റുകൾ സംഭവിക്കാം. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടം വരുന്ന കാര്യമാണ്. ക്യാഷിയറിന് കുറച്ച് ക്യാഷ് വേണമെങ്കിൽ കുറച്ച് മേടിക്കാം, എന്തെങ്കിലും തട്ടിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അത് കാണിക്കാം. അതുപോലെ തന്നെ സബ്സിഡറി ക്യാഷിയർ, കഫറ്റീരിയ ക്യാഷിയറിനെ ഒക്കെ ക്യാഷ് തെഫ്റ്റുകൾ നടത്താം, പൈസ മോഷണങ്ങൾ നടത്താം. നെക്സ്റ്റ് ആണ് ഫ്രോഡുലന്റ് പ്രാക്ടീസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. പിന്നെ അതുപോലെ തന്നെ തട്ടിപ്പ്, വഞ്ചനാപരമായിട്ടുള്ള രീതികള്, ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായിട്ടുള്ള രീതികൾ ഏതിലൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൽ
പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും റിസീവ് ചെയ്യുമ്പോൾ, വാങ്ങുമ്പോൾ, സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ വഞ്ചനാപരമായ രീതികളിൽ ചെയ്യാം. ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റൽസ് ഒക്കെ മെഡിസിൻസ് ആണെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര ഇതാണല്ലോ ഒരുമിച്ച് ഒരു വലിയൊരു ഇതായിട്ട് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഡയറ്ററി സർവീസസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഹ്യൂജ് ആയിട്ടാ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വല്ല കണക്കൊക്കെ എഴുതി വേണമെങ്കിൽ അങ്ങനെ പർച്ചേസിങ്ങില് വഞ്ചന ചെയ്യാം. അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇപ്പൊ സ്വീകരിക്കുമ്പോഴോ വേണമെങ്കിൽ നമുക്ക് അവര് ഫുള്ള് തന്നു, ചിലപ്പോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് അവിടെ കാണിച്ച അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ്സുകളൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റോറിങ്ങിൽ വഞ്ചനാപരമായ രീതികൾ എടുക്കാം. അപ്പൊ അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടം വരുന്ന കാര്യമാണ്. പിന്നെയാണ് ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്. രജിസ്റ്ററിൽ തട്ടിപ്പുകൾ കാണിക്കാം, ഫ്രോഡ് കാണിക്കാം, റെക്കോർഡ്സിൽ കാണിക്കാം, ബില്ലിങ്ങില് കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, കള്ളക്കണക്ക് എഴുതാന്ന് കേട്ടിട്ടില്ല, രജിസ്റ്ററിൽ കള്ളക്കണക്ക് എഴുതി വെക്കാം. റെക്കോർഡ്സ് ആൻഡ് ബില്ലിങ്, റെക്കോർഡില് ബില്ലിങ്ങിലൊക്കെ എന്തെങ്കിലും തട്ടിപ്പുകൾ കാണിക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന് നഷ്ടം വരുന്ന കാര്യങ്ങളാണ്. എനിക്കൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. Okay. How the hospital suffers loss. ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയൊക്കെ നഷ്ടം സംഭവിക്കും, ഒരു ആശുപത്രിക്ക് ഏതൊക്കെ രീതിയിലൂടെ നഷ്ടം വരാന്ന് പറഞ്ഞത്. ഫസ്റ്റ് എംബസ്മെന്റ് പിൽഫറേജ്, തട്ടിപ്പും മോഷണവും കൂടെ. പിന്നെ കിക്ക് ബാക്ക് ആൻഡ് കൊളൂഷൻ, എക്യുപ്മെന്റ് തെഫ്റ്റ്, കൈക്കൂലി, നോട്ടുകളി, പിന്നെ എക്യുപ്മെന്റ് തെഫ്റ്റുകളിലൂടെ. പിന്നെ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു തെഫ്റ്റ് മോഷണത്തിലൂടെ. പിന്നെ പേറോൾ ഫ്രോഡ് ആൻഡ് theft that includes fraud in punching the time closure, ശമ്പള തട്ടിപ്പ്, പിന്നെ ടൈം പഞ്ചിങ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള തെഫ്റ്റുകൾ കാണിക്കാം. പിന്നെ വരുന്ന ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് പൈസ മോഷണം നടത്താം. അതിന് മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫ്റ്റീരിയ കാഷ്യർ എന്നൊക്കെ ക്യാഷിന് മോഷണം നടത്താം. പിന്നെ ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. പർച്ചേസ് ചെയ്യുന്നതിലും അത് റിസീവ് ചെയ്യുന്നതിലും സ്റ്റോർ ചെയ്യുന്നതിലൊക്കെ വഞ്ചനപരമായിട്ടുള്ള രീതിയിൽ എടുക്കാം. നെക്സ്റ്റ് ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, രജിസ്റ്ററില്, റെക്കോർഡില്, ബില്ലിങ്ങിലൊക്കെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലൊക്കെ ഫ്രോഡുകൾ കാണിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? പോയിന്റ്സുകളൊക്കെ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ക്ലിയർ മിസ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞപ്പോ എല്ലാവർക്കും തേർഡ് മൊഡ്യൂളിലേക്ക് വന്നപ്പോ എല്ലാവർക്കും ഒരു ഡള്ളായോ അല്ലെങ്കിൽ വേഗം പറയുന്നത്. ജാസ്മിനൊക്കെ എന്ത് പറ്റി? ഷാരോൺ എന്താ പറ്റി? എന്റെ വിഷമാണോ? അപ്പൊ ആ ഒരു എന്താ പറയാ, എല്ലാവരും ഒരു ഡള്ളായോ അല്ലെ? എന്താ ഇനി പ്രോബ്ലം? നോ പ്രോബ്ലം ടീച്ചർ. നോ പ്രോബ്ലം. പിന്നെ എന്ത് പറ്റി? ഹാപ്പി അല്ലാത്തോലെ? മഴയൊക്കെ ആയോണ്ടാണോ? ഇത്രയും നാള് ഭയങ്കര ചൂടാന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് മഴയൊക്കെ ഇല്ലേ അവിടെ നിങ്ങൾക്കൊക്കെ? പെട്ടെന്ന് ആ ഒരു നമ്മുടെ ഒരു കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തോണ്ടാണോ? എനിക്ക് എന്തോ ഒരു ഇതുപോലെ. എന്ത് പറ്റി? ഇതിന് പ്രശ്നമുണ്ടോ? ഇല്ല ടീച്ചർ. ഇല്ല. മഴയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട് ടീച്ചർ. വിശക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കാറായോ? ഇല്ല ടീച്ചർ. തുഷാര, മഴയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്. ഉണ്ടോ? മഴ കൂടുതലാണോ? എപ്പോഴും മഴ തന്നെ. ഇപ്പോഴും മഴ ഉണ്ടോ? ഇത്രയും നാള് പറഞ്ഞു അയ്യോ ഭയങ്കര ചൂടാണ് മിസ് ചെയ്യുന്നത്, മഴ പെയ്ത് പറയാം എപ്പോഴും മഴ തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചൂടാണെങ്കിൽ അതാണല്ലേ നല്ലത്. മഴയാകുമ്പോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ?
രണ്ടു ദിവസം അടുപ്പിച്ച് മഴയെന്ന് പറയും നമ്മൾ, അയ്യോ ഭയങ്കര മഴയാന്ന്. ഓക്കെ, എന്നാ ഇനിയിപ്പോ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം നമുക്ക്. ഓക്കെ ടീച്ചർ. അപ്പൊ ഇന്നിപ്പോ അധികം കിട്ടില്ല, എളുപ്പമുള്ളത് തന്നെയാണ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മള് ഓക്കെ സേഫ്റ്റി ഇൻ ട്രാഫിക് ഇതെല്ലാം ഇന്ന് തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത് ടീച്ചർ. ഇവിടെ മുതലല്ലേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ട്രാഫിക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു. പിന്നെ ട്രിപ്പ് ആൻഡ് ഫോൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത് കാര്യങ്ങൾ നോക്കി. സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അത് എന്തൊക്കെ സേഫ്റ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിന് ഏതെല്ലാം രീതിയിലൂടെ നഷ്ടം സംഭവിക്കാം, ഹൗ ദ ഹോസ്പിറ്റൽ സപ്പോസ് ലോസ്. ഓക്കെ, ഇത്രയാണ് ഇന്ന് നോക്കിയുള്ളൂ. ഓക്കെ, ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് എന്തായാലും തീരും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് ചെയ്തോട്ടെ. ഓക്കെ ടീച്ചർ, താങ്ക് യു ടീച്ചർ.